എഴുത്തുകാരൻ സക്കറിയ ഇട്ടിട്ട് പോയൊരു ചോദ്യമുണ്ട്. ഇത്രയേറെ കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത്? അപ്പോൾ നമ്മളിവിടെ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിലിരിക്കുമ്പോഴും ഗാസ പോലെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്രിസ്മസ് അച്ഛന് ഞാൻ വെറുതെ ഒത്തിരി വേറൊരു ഒരു കോണിൽ നിന്ന് വെറുതെ യേശുവിനെ നോക്കുമ്പോൾ യേശു അനുഭവിച്ചൊരു എന്തെങ്കിലും ഗിൽറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഈ പൈതങ്ങളെക്കുറിച്ചായിരിക്കും അല്ലേ. കാരണം വേറെ എന്തെങ്കിലും പുള്ളി അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർക്ക് പരുക്കോ ക്ഷതോ സംഭവിക്കുന്നൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഒരു മരണം നിശ്ചയമായിട്ടും യേശുവിൻ്റെ ബോധത്തിലുണ്ടാകും. ബത്ലഹേം ഒരു ചെറിയ പട്ടണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് പ്രോബ്ലി ഒരു 30 താഴെ എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ അതൊരു തരത്തിൽ അതിൻ്റെ ഗ്രാവിറ്റിയെ കുറക്കുന്നില്ല. എണ്ണം കുറയുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ കൊലയ്ക്ക് നീതീകരണമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് സംഭവിക്കുന്ന പാളിച്ചകൾക്ക് ഇനി മുന്നോട്ടെന്നുള്ളൊരു പ്രശ്നം കിടപ്പുണ്ടല്ലേ. അപ്പോൾ സാധാരണ മനുഷ്യർ അവർക്കൊരു ഗിൽറ്റൊക്കെ വരുമ്പോഴേക്കും അതിനകത്ത് പെട്ടുപോവുകയോ ഡിപ്രഷൻ മരുന്ന് കഴിക്കുകയോ മദ്യപാനത്തിൽ അവസാനിക്കുകയോ മുറി പൂട്ടിയിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രകാശമുള്ള മനുഷ്യർ അവരെ അത്തരം ഗിൽറ്റിനെ അവരുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ടോ സ്പ്രിംഗ് ബോർഡൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ യേശു ഏറ്റവും കൂടുതൽ കുറ്റബോധം അനുഭവിച്ച മേഖല ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലേ സഞ്ജയ് കോൺഷ്യസ് ആവുന്ന ഒരു ഗുരു വേറെ ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെ തടയേണ്ട തൊട്ട് ഒത്തിരി കുഞ്ഞുങ്ങളെ അപമാനിക്കരുത്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ മാലാഖമാരായി നിന്ദിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളെ ന്യൂക്ലിയസ് ആയിട്ട് എടുത്തുകൊണ്ടൊരു ചർച്ച അധികം ഗുരുക്കന്മാർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ എന്താ പറയുന്നത്, ഈ വിവാഹമോചനമൊക്കെ ആയിട്ട് വരുമ്പോഴുള്ള തർക്കം പോലും അതാ വാസ്തവത്തിലെ. 2 പേർക്ക് മനസ്സിന് പൊരുത്തമില്ലാതെ ഒരേ കൂരക്ക് താഴെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന വൈകാരിക ബുദ്ധിയുള്ള ഒരാളാണ് യേശു. യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും. ഇവർക്കൊക്കെ പുതിയ പങ്കാളികളുണ്ടാകും, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് പുതിയ അച്ഛനും അമ്മയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പോലും അത്തരം കാര്യങ്ങളിൽ കുട്ടികൾ ചെന്നുപെടുന്ന ഫ്ലൈറ്റിനെ കുറിച്ച് നമുക്ക് ധാരണയുള്ളപ്പോൾ അതൊരു കണക്ക് ഒരു കാലത്തിനകത്ത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് വളരെ ഹാർഡെന്ന് തോന്നിക്കുന്നൊരു ചട്ടം പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അയാളുടെ ഒരു അഭ്യർത്ഥന ഫോർ ചിൽഡ്രൻസ് സേക്ക് ട്രൈ ടു ബി ടുഗദർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറ്റബോധത്തെ സർഗാത്മകമാക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗിൽറ്റ് വേണോ റിപ്പൻറ്റൻസ് വേണോ എന്നുള്ള പ്രശ്നം. റിപ്പൻറ്റൻസ് എപ്പോഴും നമുക്ക് പരിക്ക് പറ്റിയൊരു മേഖലയ്ക്കകത്ത് എക്സസ്സായിട്ട് ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനൊരു വാക്കുണ്ട് ബൈബിളിൽ, ഇവൾ കൂടുതലായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ കൂടുതലായ തെറ്റുകൾ പൊറുക്കപ്പെട്ടെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തെറ്റുകൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ, എക്സസ് ലവ്. എനിക്ക് ഒരു കാര്യം കൂടുതൽ ചേർക്കണമെന്ന്, ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന ഒരു രാജാവാണല്ലോ. അയാൾക്ക് രാജാവായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യുന്ന ഇന്നസെൻസിനെ കൊല്ലുക എന്നുള്ളതാണ്. നമ്മളുടെ പവറും രാജാവും എന്നൊക്കെ പറയുന്നത് ഇന്നസെൻസിനെ കൊന്നാണല്ലോ നമ്മൾ അതിലേക്ക് എത്തുന്നത്. മെറ്റഫറായിട്ട് വായിക്കാവുന്ന അങ്ങനെ ശരിയാണ്. ഇന്നസെൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഹാർഡാകാൻ പറ്റുക? ഇന്നസെൻസ് ഉള്ള തോന്നിയിട്ടുണ്ട്. മുതിർന്നവരുടെ എല്ലാ കയ്പുകൾക്കും കൃത്യമായിട്ട് നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് എല്ലായിടത്തും. ഒരു വീടിനകത്തുള്ളൊരു പൊരുത്തക്കേടിനകത്ത് പോലും അൾട്ടിമേറ്റായിട്ട് സഫർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മെച്ചപ്പെട്ട ലോകം അല്ല, അതിനെ ഭാവന ചെയ്യാതെ ഈ കരോളും സാന്താക്ലോസും കഥ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ അധികം മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്മസിന്റെ ഒരു സന്ദേശമായി നമ്മൾ എടുക്കേണ്ടത് അതാണെന്ന് തോന്നുന്നല്ലേ. വചനം മാംസമാകുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, വല്ലാത്തൊരു കൺസെപ്റ്റാണ് അതിങ്ങനെ, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട ലോകത്തെക്കുറിച്ചും കുലീനമായ ജീവിതത്തെക്കുറിച്ചും ഒക്കെ സങ്കല്പങ്ങളുണ്ട്. അതെന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു പ്രശ്നം കിടപ്പുണ്ട്. അതെല്ലായിടത്തും കലയിലായാലും ഒക്കെ